പ്രിയമുള്ള ഇടതുപക്ഷം, ഹൃദയപക്ഷത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന, ഇടപെടുന്ന പ്രിയമുള്ള സഖാക്കളെ, ഇന്ന് SFIയുടെ 53-ാം വാർഷികത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെടുന്നൊരു പരിപാടിയിൽ പങ്കെടുക്കണം എന്നാവശ്യപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ചുരുങ്ങിയ സമയം ഈ സംഘടനയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ സമരഭൂത കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊരു വാട്സപ്പ് ഗ്രൂപ്പ് ആയതുകൊണ്ടും സ്വാഭാവികമായും ഇടതുപക്ഷത്തെ, നമ്മുടെ സംഘടനയെ സ്നേഹിക്കുന്നവരും ആ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരുമായ ആളുകളായതുകൊണ്ട് തന്നെ ഒരു വിശദമായ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ സമര പോരാട്ടത്തിൻ്റെ ഇന്നലകളെക്കുറിച്ച് സവിസ്തരം തന്നെ പ്രതിപാദിക്കേണ്ടി വരും എന്ന് ഞാൻ കരുതുന്നില്ല. കേരളത്തിലെ നിന്നല്ല, ഇന്ത്യയിലെ തന്നെ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ, വിദ്യാർത്ഥികളുടെ അവരുടെ ജീവിതത്തിന്, അവരുടെ വിദ്യാഭ്യാസ രംഗത്ത്, അവരുടെ വ്യക്തിപരമായ കാഴ്ചപ്പാടുകൾക്ക്, മാനസികമായ കാഴ്ചപ്പാടുകൾക്ക്, രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾക്ക് ഒരു പുതിയ ദിശാബോധം പകർന്നു കൊടുത്ത സംഘടനയാണ് SFI. ഇന്ന് ജീവിക്കുന്ന ഓരോരുത്തരോടും നിങ്ങൾക്ക് എന്തായിരുന്നു SFI എന്ന് ഓരോരുത്തരോട് ചോദിച്ചാലും പലർക്കും വ്യത്യസ്തമായ പല അഭിപ്രായങ്ങളും പലതുമായിരിക്കാം പറയാനുണ്ടാവുക. ചില ആളുകൾക്ക് SFI എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രീ ഡിഗ്രി കാലമായിരിക്കും. ചില ആളുകൾക്ക് സ്കൂൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകളും ആ കാലഘട്ടത്തിലുള്ള സംഘടനാ പ്രവർത്തനവുമായിരിക്കും. ചിലർക്ക് അത് വിശാലമായ ക്യാമ്പസിൻ്റെ പ്രണയകാലവും സമരജീവിതവും ഇതെല്ലാമായിരിക്കും. ഒരു പക്ഷേ ചുരുക്കം ചില ആളുകളെങ്കിലും ഇതിൻ്റെ നേതൃത്വമായി പ്രവർത്തിച്ചവർ കോളേജ് തലത്തിൽ, ഏരിയ തലത്തിൽ, യൂണിയൻ തലങ്ങളിൽ, യൂണിവേഴ്സിറ്റി തലങ്ങളിൽ, സംസ്ഥാന തലത്തിൽ, ജില്ലാ തലത്തിലെല്ലാം പ്രവർത്തിച്ചിരുന്ന ആളുകൾ ഉൾപ്പെടെയുള്ളവരുണ്ടാകും. അവർക്ക് മറ്റൊരു ജീവിതാനുഭവമായിരിക്കും SFI കൊടുക്കുക. നിസ്സംശയം പറയാനാകും SFI എന്നുള്ളതൊരു ജീവിത ശൈലിയാണ്. നാം ജീവിതത്തിൻ്റെ ഏതെല്ലാം പ്രതിസന്ധികളിലൂടെ കടന്നു പോയാലും, ജീവിതത്തിൻ്റെ ഏതെല്ലാം കാഴ്ചപ്പാടുകളിലൂടെ, ഏതെല്ലാം പ്രതിസന്ധികളിലൂടെ, ഏതെല്ലാം ഘട്ടങ്ങളിലൂടെ കടന്നു പോയാലും ശിരസ്സു കുനിക്കാതെ, ശിരസ്സുയർത്തിപ്പിടിച്ച് അഭിമാനബോധത്തോടുകൂടി വ്യക്തിത്വം പണയം വയ്ക്കാതെ ജീവിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന, നമ്മെ പഠിപ്പിച്ച വിശാലമായൊരു രാഷ്ട്രീയ കാഴ്ചപ്പാടിൻ്റെ പേരാണ് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, SFI എന്നുള്ളത്. ആ SFIക്ക് ഇന്ന് 53 വയസ്സ് തികയുകയാണ്. SFIക്ക് 53 വയസ്സ് തികയുന്നു എന്നു നാം പറയുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കേണ്ടതായ ഒരു കാര്യമാണ്, SFIക്ക് 53 വയസ്സ് തികയുന്നു, പക്ഷേ SFI ഇന്നും ചുറുചുറുക്കുള്ള കൗമാരക്കാരിയായി, യൗവനതീഷ്ണമുള്ള ചെറുപ്പക്കാരനായി ഇന്നും SFI നിൽക്കുന്നു. നീണ്ട അരനൂറ്റാണ്ടിൻ്റെ ചരിത്രത്തെ പിന്നിട്ട് സംഘടന മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ, ഈ ശുഭ്രപതാകയിലേക്ക് അതിസൂക്ഷ്മം നാം ഈ പതാകയിലേക്ക് നോക്കുമ്പോൾ ഒരു പോറൽ പോലും ഏൽക്കാതെ, ഒരു ചെറിയ കറ പോലും പറ്റാതെ, ഇതൊന്നും പറ്റാതെ ഈ പ്രസ്ഥാനത്തിൻ്റെ പതാക ഇതുപോലെ ജ്വലിച്ച് ശിരസ്സുയർത്തിപ്പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ നിസ്സംശയം പറയാനാകും, കഴിഞ്ഞ 53 വർഷക്കാലം ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ജീവൻ കൊടുത്ത് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ വളർത്തിയ സമര പോരാട്ടങ്ങളുടെ അതിതീഷ്ണമായ ചരിത്രം തന്നെയാണ് ഈ പ്രസ്ഥാനത്തെ കൂടുതൽ വർദ്ധിത വീര്യത്തോടുകൂടി നിലനിർത്തുന്നത്. 970-ലാണ് SFI രൂപീകരിക്കുന്നത്. 970-കൾ വരെ കേരള സ്റ്റുഡൻസ് ഫെഡറേഷൻ, തമിഴ്നാട് സ്റ്റുഡൻസ് ഫെഡറേഷൻ, ആന്ധ്ര സ്റ്റുഡൻസ് ഫെഡറേഷൻ തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിൽ സംസ്ഥാന തലത്തിലുണ്ടായിരുന്ന വിദ്യാർത്ഥി സംഘടനകൾ 1970-ൽ അക്കാലം വരെ വിദ്യാർത്ഥി സംഘടനകളുടെ അഖിലേന്ത്യാ രൂപമെന്ന് പറയുന്നത് AISF ആയിരുന്നു. എന്നാൽ AISFന് അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റിനെതിരെ ശരിയായൊരു സമീപനം സ്വീകരിക്കാനോ സമരം ചെയ്യുവാനുമുള്ളൊരു വീര്യം AISFന് നഷ്ടപ്പെടുന്നു. സ്വാഭാവികമായും AISFനോട് തോന്നിയ അതൃപ്തി, വിയോജിപ്പ്, AISFനോട് നിന്നും മാറി നിൽക്കണമെന്ന അഭിപ്രായം തീഷ്ണമായി മറ്റൊരു വിദ്യാർത്ഥി വിഭാഗത്തിൽ രൂപപ്പെടുന്നു, പല സംസ്ഥാനങ്ങളിൽ രൂപപ്പെടുന്നു. പ്രാദേശികമായി സംഘടനാ പ്രവർത്തനം നടത്തിയിരുന്ന അത്തരം സംഘടനകൾ, സംസ്ഥാനങ്ങൾ കൊൽക്കത്തയിൽ ഒരു യോഗം ചേരുന്നു.
കൊൽക്കത്തയിൽ ചേരുന്ന യോഗത്തിൽ അന്നത്തെ KSFന്റെ നമ്മുടെ സംസ്ഥാന ഭാരവാഹിയായിരുന്ന C ഭാസ്കരൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നു. കൊൽക്കത്തയിൽ ചേർന്ന യോഗം ഒക്ടോബർ മാസം 2, 3, 4 തീയതികളിലായി ചേർന്ന യോഗം SFIയുടെ ആദ്യ അഖിലേന്ത്യാ സമ്മേളനം തീരുമാനിക്കുന്നു. സംഘടനയ്ക്ക് എന്തു പേര് കൊടുക്കണം, സംഘടനയ്ക്ക് ഏതു മുദ്രാവാക്യം കൊടുക്കണം. സംഘടനയ്ക്ക് കൊടുക്കേണ്ട വിശാലമായ മുദ്രാവാക്യം സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവുമാണെന്ന് തീരുമാനിക്കുന്നു. സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും എന്ന മഹത്തരമായ ഒരു ആശയത്തെ ഏറ്റെടുത്തുകൊണ്ട്, അന്ന് വിയറ്റ്നാം യുദ്ധത്തിന്റെ കാലമാണ്, വിയറ്റ്നാമിലെ പോരാട്ടങ്ങളുടെ കാലമാണ്. ആ പോരാട്ടങ്ങളുടെ കാലത്ത് ആക്രമിക്കപ്പെട്ടുകൊണ്ടിരുന്ന സാമ്രാജ്യത്വത്തിന് കീഴിൽ നിലനിന്നുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ വിയറ്റ്നാമിനെതിരായ രാഷ്ട്രീയ മുദ്രാവാക്യത്തെ പോലും അതിൻ്റെ മൂല്യം കുറയാതെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ സംഘടിക്കാൻ തീരുമാനിക്കുന്നു. കേരളത്തിൻ്റെ തെക്കേയറ്റം, ഇന്ത്യയുടെ തെക്കേയറ്റം തിരുവനന്തപുരത്ത് ഈ മഹാവിദ്യാർത്ഥി പ്രസ്ഥാനം ഇന്ന് അഭിമാനബോധത്തോടുകൂടി പറയുന്നു, ഡിസംബർ മാസം 30 SFI പിറവിയെടുക്കുന്നു. 70കളിൽ പിറവിയെടുത്ത വിദ്യാർത്ഥി പ്രസ്ഥാനം SFI, ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ പറഞ്ഞു, ഞാൻ ഒരുപാട് സമയമെടുക്കുന്നില്ല, ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ 50ാം വാർഷികത്തിന്റെ ഭാഗമായി കൊണ്ട് SFIയുടെ മുൻ അഖിലേന്ത്യാ നേതാവ് കൂടിയായ സഖാവ് MA ബേബി ഉൾപ്പെടെയുള്ളവർ എഴുതിയ ലേഖനങ്ങളിൽ പോലും പരാമർശിച്ചു പോകുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഭൂതകാലമുണ്ട്. അതൊരു വലിയ ഭൂതകാലമാണ്, വലിയ സമരകാലമാണ്. 70കളിൽ രൂപീകരിക്കപ്പെട്ട വിദ്യാർത്ഥി പ്രസ്ഥാനം ഇന്ത്യയിലെ ഏത് രാഷ്ട്രീയ മുദ്രാവാക്യം സ്വീകരിക്കണം, സമരമാണ് മുന്നോട്ട് പോകാനുള്ള മാർഗം. തീഷ്ണമായ മുദ്രാവാക്യങ്ങളും സമരങ്ങളിലൂടെയും ഇന്ത്യയിലെ വിദ്യാർത്ഥികളെ ശരിയായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളിലേക്ക് കൊണ്ടുവരണം. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനൊരു ചരിത്രമുണ്ട്, സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾക്കൊരു ചരിത്രമുണ്ട്, ഭഗത് സിംഗിന്റെ രക്തസാക്ഷിത്വത്തിന്റെ ചരിത്രമുണ്ട്, വിശാലമായ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ ചരിത്രമുണ്ട്, 1945 വിദ്യാർത്ഥി കോൺഗ്രസിന്റെ ചരിത്രമുണ്ട്, 57 EMSന്റെ ഗവൺമെന്റ്, അതിനുശേഷമുണ്ടായ പ്രക്ഷോഭങ്ങൾ, സമരങ്ങൾ, നമ്മുടെ ഐക്യ കേരളം, തിരുകൊച്ചി, മലബാർ, തിരുവിതാംകൂർ തുടങ്ങി ഇവിടെയെല്ലാം നടന്ന സമരങ്ങളുടെ, പ്രക്ഷോഭങ്ങളുടെ, അഭിമാനകരമായ ദേശാഭിമാനികൾ നടത്തിയ മുഴുവൻ പോരാട്ടങ്ങളുടെയും ചരിത്രം. ഈ വർദ്ധിതമായ വീര്യം SFIക്ക് ഉണ്ടാകണം. ആ വർദ്ധിതമായ വീര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് 1970 രൂപീകരിക്കപ്പെട്ട മഹാവിദ്യാർത്ഥി പ്രസ്ഥാനം വലിയ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുക്കുന്നു. ആദ്യം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സമരങ്ങളുടെ കേരളത്തിൽ നടത്തിയ പ്രധാനപ്പെട്ട സമരങ്ങളായിരുന്നു പാഠപുസ്തകങ്ങളുടെ വില കുറയ്ക്കുക, മണ്ണെണ്ണ വില കുറച്ചു തന്നെ കൊടുക്കുക, ഉച്ചഭക്ഷണം യഥാസമയം വിദ്യാർത്ഥികൾക്ക് കൊടുക്കുക, ഹരിജൻ വിദ്യാർത്ഥികളുടെ സ്റ്റൈഫൻഡ് ഉൾപ്പെടെയുള്ള, ഹോസ്റ്റലിൽ നിൽക്കുന്ന ഹരിജൻ വിദ്യാർത്ഥികളുടെ സ്റ്റൈഫൻഡ് ഉൾപ്പെടെയുള്ളവ അടിയന്തരമായി അവർക്ക് കൈമാറുക തുടങ്ങിയ കാലികമായ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ ഇടപെട്ടുകൊണ്ട് SFI വളരുകയാണ്, മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ SFIയുടെ ശൈശവ കാലഘട്ടത്തിൽ നിന്ന് SFI മുന്നോട്ട് പോയി 1975 ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ദിര എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന ആ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയ്ക്കെതിരായി SFI തീരുമാനിക്കുന്നു. അന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ജൂൺ മാസത്തിലാണ്. SFI തീരുമാനിക്കുന്നു, ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയ്ക്കെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കണം, അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം എഴുതണം. അന്ന് 1975 ജൂലൈ മാസത്തിൽ ഈ നമ്മുടെ അന്നത്തെ SFIയുടെ കേരള സംസ്ഥാന ഘടകത്തിന്റെ സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യുന്നു, മിസ തടവുകാരാക്കുന്നു. തോപ്പിൽ വാസിയുടെ ഒളിവിലെ ഓർമ്മകളുടെ വരികൾ കടമെടുത്താൽ, ഒരു കരിയിലക്കടിയിൽ എവിടെയെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവനെപ്പോലും തിരഞ്ഞു പിടിച്ചക്രമിച്ച് മിസ തടവുകാരാക്കിയ 75ന്റെ കറുത്ത അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ ഈ മഹാവിദ്യാർത്ഥി പ്രസ്ഥാനം കേരളത്തിൽ, ഇന്ത്യയിൽ സർവകലാശാലകളിൽ, സ്കൂളുകളിൽ, വിദ്യാർത്ഥികൾ കൂടി നിൽക്കുന്നിടങ്ങളിൽ, തെരുവുകളിൽ, പ്രക്ഷുബ്ധമായ തെരുവുകളിൽ വിദ്യാർത്ഥി പ്രസ്ഥാനം ഒരൊറ്റ മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്നു, ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ അറബിക്കടലിൽ. അന്ന് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയും SFIയുടെ സമന്വിതനായ നേതാവുമായിരുന്ന സഖാവ് സീതാറാം യെച്ചൂരി ഇന്ദിരാഗാന്ധിയുടെ മുൻപിൽ ചെന്നുകൊണ്ട് അടിയന്തരാവസ്ഥയോട് വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടൊരു പ്രമേയം അവതരിപ്പിക്കുന്നു. ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് ഒരു പുതിയ ദിശാബോധമാണ് അടിയന്തരാവസ്ഥയിലൂടെ SFI പകർന്നു കൊടുത്തത്. ആ അടിയന്തരാവസ്ഥക്കെതിരെ സമരം ചെയ്തതിന്റെ പേരിലാണ് പാലക്കാട്, മണ്ണാർക്കാട് പ്രിയപ്പെട്ട സഖാവ് മുഹമ്മദ് മുസ്തഫയോട് നിനക്ക് നിന്റെ ജീവിതം വേണോ SFI വേണോ എന്ന് ചോദിക്കുമ്പോൾ ജീവൻ പോയാലും SFI മതിയെന്ന് മുസ്തഫ പറഞ്ഞതിന്റെ പേരിൽ സഖാവ് മുഹമ്മദ് മുസ്തഫ രക്തസാക്ഷിയാക്കുന്നു. പോലീസുകാർ ക്രൂരമായി മർദ്ദിക്കുന്നു. ന്യൂമോണിയ ബാധിച്ച് സഖാവ് മുഹമ്മദ് മുസ്തഫ രക്തസാക്ഷിയാക്കുന്നു.
അങ്ങനെ 75-ൽ നിന്നും കേരളത്തിലെയും ഇന്ത്യയിലെയും സർവകലാശാലകളിൽ ഈ മഹാവിദ്യാർത്ഥി പ്രസ്ഥാനം ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം എന്നുള്ളതിനപ്പുറത്തേക്ക് വിദ്യാർത്ഥികളുടെ ശബ്ദവും മുട്ടുമടക്കി നിന്ന വിദ്യാർത്ഥികളെ മുഷ്ടി ചുരുട്ടാൻ പഠിപ്പിക്കുന്ന പ്രേരകമായ അഭൂതപൂർണമായ ഒരു ചാലക ശക്തിയായി SFI മാറുകയാണ്. ആ 75-ൽ നിന്നും സംഘടന സഞ്ചരിച്ചു. 80-കളെയും 90-കളെയും എല്ലാം നേരിട്ടു. വ്യത്യസ്തമായ നേതൃത്വങ്ങൾ, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ, കാഴ്ചപ്പാടുകൾ, ഇതിലെല്ലാം നിന്നുകൊണ്ട് തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനം അതിൻ്റെ അഭിമാനബോധത്തോടുകൂടി വിദ്യാർത്ഥി പ്രസ്ഥാനം വളർന്നു വന്നു. അങ്ങനെ വളർന്നു വന്ന് ഇന്ന് പുതിയ കാലഘട്ടത്തിൻ്റെ മുദ്രാവാക്യങ്ങളെ SFI ഏറ്റെടുക്കുകയാണ്. SFI അഡ്രസ് ചെയ്യുകയാണ്. എന്താ പുതിയ കാലഘട്ടത്തിൻ്റെ മുദ്രാവാക്യം? SFI അഭിമാനബോധത്തോടുകൂടി SFI പോകുമ്പോഴും മറ്റുള്ള വിദ്യാർത്ഥി സംഘടനകളിൽ നിന്നും വിഭിന്നമായ SFI നിൽക്കുമ്പോഴും അതിന് ഏറ്റവും സുപ്രധാനമായ ഒരൊറ്റ കാരണമേ ഉള്ളൂ. കേരളത്തിലെ SFI വളർന്നത്, മുന്നോട്ട് പോയത്, മുദ്രാവാക്യങ്ങൾ തീക്ഷ്ണമായി മുഴക്കപ്പെട്ടത്, ജീവനും ജീവിതവും SFI വേണമെന്ന് ചോദിക്കുമ്പോൾ SFI മതി എന്ന് പറയത്തക്ക നിലയിലേക്ക് 2023-ലും ഓരോ SFI പ്രവർത്തകന്റെ മനസ്സിനെയും രൂപപ്പെടുത്തുന്നത് പൂർണ്ണമായ അഭിമാനബോധത്തോടുകൂടി SFIക്ക് പറയാനാകും. 35 അമ്മമാർ മുലയൂട്ടി വളർത്തിയ പ്രിയപ്പെട്ട മക്കളുടെ രക്തസാക്ഷിത്വത്തിലാണ് സഖാവ് ദേവപാലം മുതൽ സഖാവ് ധീരജ് വരെയുള്ള 35 പ്രവർത്തകരെ, 35 മനുഷ്യരെ മുലയൂട്ടി വളർത്തിയ പ്രിയപ്പെട്ട അമ്മമാർ മുലയൂട്ടി വളർത്തിയ പ്രിയപ്പെട്ട മക്കളുടെ രക്തസാക്ഷിത്വത്തിലാണ് കേരളത്തിലെ SFI കരുത്താർജിച്ചത് മുന്നോട്ട് പോകുന്നതും. ഇന്ന് ഇന്ത്യ ഇന്നുവരെ അഭിമുഖീകരിക്കാത്ത പ്രശ്നങ്ങളെയാണ് നാം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇന്നത്തെ ഇന്ത്യയുടെ സാഹചര്യം? ജനുവരി 22 രാമക്ഷേത്രത്തിന്റെ അതിൻ്റെ ഔപചാരികമായ അതിൻ്റെ പ്രവേശനം, അതിൻ്റെ ഉദ്ഘാടനം, അതിൻ്റെ ആരാധനയുടെ ആരംഭം ഇതെല്ലാം നടക്കുകയാണ്. ഇന്ത്യ പോലൊരു മതനിരപേക്ഷ രാഷ്ട്രത്തിൽ വിശാലമായ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്ന, മതനിരപേക്ഷതയെ മാത്രം ഉൾക്കൊള്ളുന്ന, മറ്റേ തമിഴനും തെലുങ്കനും ആന്ധ്രാക്കാരനും ബംഗാളിയും തുടങ്ങി ഏതു സംസ്ഥാനക്കാരനുമാകട്ടെ, ഏതു മതവിഭാഗമാകട്ടെ, ഏതു സമുദായമാകട്ടെ, ഏതു വസ്ത്രം ധരിക്കുന്നവൻ, ഭക്ഷണം കഴിക്കുന്നവൻ, വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നവൻ, വ്യത്യസ്ത വിദ്യാഭ്യാസമുള്ളവൻ, വ്യത്യസ്ത രാഷ്ട്രീയമുള്ളവർ, വ്യത്യസ്ത കാഴ്ചപ്പാടുകളുള്ളവർ, ഇവരെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ ജീവിക്കുന്ന രാജ്യം. ആ രാജ്യത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് ആ രാജ്യം വിഭാവനം ചെയ്യുന്ന ഭരണഘടനയാണ്. അത് വെറുതെ ഉണ്ടായതല്ല, അത് ഉണ്ടാക്കിയതാണ്. എങ്ങനെ ഉണ്ടാക്കി? ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കുന്നതിൽ, ഇന്ത്യയുടെ ഭരണഘടന നിർമ്മിക്കുന്നതിൽ അതിൽ സവിശേഷകരമായ ചരിത്രമുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അങ്ങനെ ഒരു രാജ്യത്ത് 1992-ൽ ഇന്ത്യയിലെ മുസൽമാന്റെ മനസ്സിനെ വ്രണപ്പെടുത്തി സിമി ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകൾക്ക് ഇന്ത്യയിൽ രൂപം കൊടുക്കുന്ന നിലയിലേക്ക് ഇന്ത്യയിലെ മുസ്ലിമിന്റെ മാനസികാവസ്ഥയെ മാറ്റിയെടുത്ത ബാബറി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യ കണ്ട വർഗീയ കലാപങ്ങൾ, അക്രമങ്ങൾ, കൊലപാതകങ്ങൾ, വെട്ടിമാറ്റപ്പെട്ട ശിരസുകൾ എന്ന് തോന്നി തുടർക്കഥയായി മാറിയ അക്രമങ്ങളുടെ ചരിത്രം ഇന്ത്യക്ക് അറിയാവുന്നതാണ്, ഈ രാജ്യത്തിന് അറിയാവുന്നതാണ്. അങ്ങനെ ഒരു രാജ്യത്ത്, മതനിരപേക്ഷ പാരമ്പര്യമുള്ള ഒരു രാജ്യത്ത് ജനുവരി 22-ന് ശ്രീരാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നു. ഇത് കേവലം ഒരു ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനമല്ല, പ്രതിഷ്ഠാ ദിനമായി ആചരിക്കുന്നതോ പ്രതിഷ്ഠയോ അല്ല നടക്കുന്നത്. ഒരു ഹിന്ദുത്വ രാജ്യത്തിന്റെ രൂപീകരണമാണ് നടക്കുന്നത് എന്ന അപകടകരമായ സ്ഥിതിവിശേഷം ഇന്ത്യ നേരിടുകയാണ്. ഒരു രാജ്യം, ഒരു ഭാഷ, ഒരു തെരഞ്ഞെടുപ്പ്, ഒരു മതം എന്ന നിലയിലേക്ക് ഒരു രാജ്യം പോകുന്നു. ഇതേതെങ്കിലും SFIക്കാരോ ഇടതുപക്ഷക്കാരോ ഭംഗി വാക്കായി പറയുന്നതാണോ? അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു തെറ്റുധാരണയെ വേണ്ട. 2014-ൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം അത് എണ്ണി പറഞ്ഞാൽ പൗരത്വ ഭേദഗതി നിയമമാകട്ടെ, ജമ്മു കാശ്മീരിന്റെ വിഭജനമാകട്ടെ, അതുപോലെ തന്നെ ജമ്മു കാശ്മീരിന്റെ വിഭജനം, ലക്ഷദ്വീപിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം, മുത്തലാഖ് ബില്ല്, ഇങ്ങനെ തുടങ്ങി എണ്ണി ഏക സിവിൽ കോഡിലേക്കെത്തി. അത് അയോധ്യ വിധിയിലേക്കെത്തി. അയോധ്യ വിധിയിലെ ശ്രീരാമക്ഷേത്രത്തിന്റെ അതിന്റെ പണിയിലേക്കെത്തി. അങ്ങനെ ഒരു രാജ്യത്തെ എത്രമാത്രം ഹിന്ദുത്വവൽക്കരിക്കാനാകുമോ അത്രമേൽ തീഷ്ണമായി ഒരു രാജ്യത്തെ ഹിന്ദുത്വവൽക്കരിക്കുന്നു രാജ്യം ഭരിക്കുന്നവർ. ആ ഭീകരമായ ഘട്ടത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനും SFI പോലെയുള്ള സംഘടനകൾക്കും പലതും സമൂഹത്തിൽ ചെയ്യാനുണ്ട്, ഇടപെടാനുണ്ട്. ഇന്ന് ഞാൻ ഉൾപ്പെടെയുള്ള SFIയുടെ പ്രവർത്തകർ
ക്ലാസ്സുകളിൽ കയറി സംസാരിക്കുന്നത്, ക്ലാസ്സുകളിൽ ആളുകളോട് പറയുന്നത്. ചില ആളുകളൊക്കെ ധരിക്കുന്നത് ഇവർക്ക് എന്തോ SFIക്ക് ആളെ ഉണ്ടാക്കാനാണ്. SFIക്ക് എന്തോ ഇന്ന് മണലൂരിൽ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. കുട്ടികളെല്ലാം നിർജ്ജീവമായിരിക്കുന്നു. അവരോട് ലളിതമായ ഒരു ചോദ്യം ഞാൻ ചോദിച്ചു. ഇന്ന് നാം ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് ഇന്ത്യയിലെ പാഠപുസ്തകങ്ങളുടെ ചരിത്രത്തെ അപനിർമ്മിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ അടിവരയിട്ട് പറയുന്നു, പാഠപുസ്തകങ്ങളിലെ ചരിത്രത്തെ അപനിർമ്മിക്കുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. കഴിഞ്ഞ ദിവസമാണ് യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾ ഉൾപ്പെടെയുള്ളവരെ ക്രൂരമായി മർദ്ദിച്ച ഗവർണർക്കെതിരെ നടന്ന പ്രക്ഷോഭം അതൊരു വെറുതെ നടന്ന സമരമാണോ? സെനറ്റിലേക്കും സിൻഡിക്കേറ്റിലേക്കും പാഠപുസ്തക കമ്മിറ്റിയിലേക്കും കേരളത്തിന്റെ ചാൻസലർ, കേരളത്തിന്റെ ഗവർണർ, ഭരണഘടനാപരമായ ഒരു പദവി അലങ്കരിക്കുന്ന വ്യക്തി മനഃപൂർവ്വം RSSന്റെയും ABVPയുടെയും ആളുകളെ നോമിനേറ്റ് ചെയ്യുന്നു. വിദ്യാഭ്യാസ രംഗത്ത് നടത്തുന്ന അതിഭയാനകവും ഭീകരവുമായ കാവ്യവൽക്കരണമാണ് അതിന് കാരണം. എവിടേക്കാണ് ആ കാവ്യവൽക്കരണം നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോകുന്നത്? ഞാൻ സമ്മേളനത്തിലേക്ക് വരാം. ഇന്ന് നടന്നൊരു സമ്മേളനത്തിൽ ചോദിച്ചു, ഗാന്ധി കൊല ചെയ്യപ്പെട്ടത് എന്നൊരു വിദ്യാർത്ഥികളോട് ചോദിച്ചു. ആ സമ്മേളനത്തിൽ പങ്കെടുത്ത 36 പേരിൽ ഒരാൾ മാത്രമാണ് പലതവണ ചോദിച്ചിട്ടും ഗാന്ധി കൊല ചെയ്യപ്പെട്ടത് 1948 ജനുവരി മാസം 30-നാണെന്ന് പറഞ്ഞത്. ആരാണ് കൊലപ്പെടുത്തിയതെന്ന് ചോദിക്കുമ്പോൾ വീണ്ടും നിശബ്ദമാക്കപ്പെടുകയാണ്. പിന്നീടാണല്ലോ എന്തിനാണ് കൊലപ്പെടുത്തിയത് എന്നുള്ള ചോദ്യം വരുന്നത്. ഇതാണ് ഇന്നത്തെ പുതിയ തലമുറ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ പോലും, ഞാൻ ഈ പരിപാടിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ പോലും ഞാൻ അല്പം പോലും അതിശയോക്തി കലർത്താതെ തന്നെ ഞാൻ പറയുന്നു, ഇത് പുതിയ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. ചരിത്രത്തെ പറ്റി പുതിയ തലമുറയെ പഠിപ്പിക്കാനാകണം. ഗാന്ധി കൊല ചെയ്യപ്പെട്ടതാണെന്നും നാഥുറാം വിനായക് ഗോഡ്സെയാണ് ഗാന്ധിയെ കൊലപ്പെടുത്തിയതെന്നും ഗാന്ധി വധത്തിന് ശേഷം 1948 മഹാത്മാഗാന്ധിയുടെ നെഞ്ചിലേക്ക് നിറയൊടിച്ച നാഥുറാം വിനായക് ഗോഡ്സെ RSS ആയിരുന്നത് കൊണ്ട് അന്ന് നിരോധിക്കപ്പെട്ട സംഘടനയാണ് RSS എന്നും ഇന്ന് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്തെന്ന് ചോദിക്കുമ്പോൾ 1948 ഇന്ത്യ പോലൊരു രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെ വെടിവെച്ചു കൊന്നതിന്റെ പേരിൽ നിരോധിക്കപ്പെട്ട ഒരു സംഘടന ഇന്ന് ഇന്ത്യ ഭരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഞാൻ അടിവരയിടുന്നു, 48 ഗാന്ധി വധത്തിനു ശേഷം ഗാന്ധിയെ കൊലപ്പെടുത്തിയതിന്റെ പേരിൽ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട ഒരു സംഘടന ഇന്ന് ഇന്ത്യ ഭരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അപ്പോഴോ അവരാ ചരിത്രത്തെ മാറ്റി എഴുതും. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഇല്ലാത്ത, പള്ളിക്കൽ അബൂബക്കർ ഇല്ലാത്ത, വക്കം അബ്ദുൽ ഖാദർ ഇല്ലാത്ത, ഭഗത് സിംഗിന്റെ രക്തസാക്ഷിത്വമില്ലാത്ത, മുഗൾ സാമ്രാജ്യമില്ലാത്ത, താജ്മഹൽ ഇല്ലാത്ത, ഇസ്ലാം നാമധാരികളായ ഒരു മനുഷ്യർ പോലുമില്ലാത്ത, കമ്മ്യൂണിസ്റ്റുകാരായ ഒരു മനുഷ്യർ പോലുമില്ലാത്ത ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ കടുത്ത രീതിയിൽ അപകടകരമായ നിലയിൽ ചരിത്രത്തെ മാറ്റിയെഴുതുന്ന നിലയിലേക്കുള്ള വ്യഗ്രതയിലേക്കാണ് വിദ്യാഭ്യാസ രംഗത്ത് RSS പോകുന്നത്, BJP പോകുന്നത്. അവിടെ SFI വലിയ സമരമാണ് ഏറ്റെടുക്കുന്നത്, വലിയ പ്രക്ഷോഭമാണ് ഏറ്റെടുക്കുന്നത്. 53 കൊല്ലത്തെ സമര രാഷ്ട്രീയത്തിന്റെ പാരമ്പര്യം വേറുന്ന മഹാവിദ്യാർത്ഥി പ്രസ്ഥാനം ഇന്ന് പുതിയ കാലഘട്ടത്തിന്റെ ഈ അനിവാര്യമായ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുക്കുകയാണ്. ആ മുദ്രാവാക്യങ്ങളിലേക്ക് നാം മുന്നോട്ട് പോകുമ്പോൾ ഈ രാജ്യം എന്ത് എന്നുള്ളത് യഥാർത്ഥ നിലയിൽ പഠിക്കാനാകണം. നാം എന്തുകൊണ്ട് ഇവരോട് വിയോജിക്കുന്നു? എന്തുകൊണ്ട് ജമ്മു കാശ്മീരിൽ വിഭിന്നമായ ഒരു അഭിപ്രായം നമ്മളിൽ രൂപപ്പെടുന്നു? എന്തുകൊണ്ട് പൗരത്വ ഭേദഗതി നിയമത്തിൽ വ്യത്യസ്തമായ ഒരു അഭിപ്രായം നമ്മളിൽ ഉണ്ടാകുന്നു? എന്തുകൊണ്ട് മണിപ്പൂർ പോലൊരു നാടുണ്ടാകുന്നു? ഈ കുട്ടികളോട് ആദ്യം പറയാനാകണം. ഞാൻ അവരോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. സമ്മേളനം നടക്കുന്നത് മണലൂരാണ്. മണലൂർ സെന്ററിൽ 2 സ്ത്രീകളെ വിവസ്ത്രരാക്കി നടത്തുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് സങ്കല്പിക്കാനാകുമോ? എൻ്റെ മുൻപിൽ ഇരിക്കുന്നവരിൽ മഹാഭൂരിപക്ഷവും പെൺകുട്ടികളാണ്. ആ പെൺകുട്ടികളിൽ ഭൂരിപക്ഷം പേരും ശ്രേഷ്ഠമായ വസ്ത്രം ധരിച്ചവരാണ്. ആ ശ്രേഷ്ഠമായ വസ്ത്രം ധരിച്ചവരിൽ 2 പെൺകുട്ടികളെ വിവസ്ത്രരാക്കി തൃശ്ശൂർ ജില്ലയിൽ മണലൂർ എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്ഥലത്ത് മണലൂർ സെന്ററിലൂടെ നടത്തുന്നതിനെ കുറിച്ച് സ്വതന്ത്ര ഇന്ത്യയിൽ നിങ്ങൾക്ക് സങ്കല്പിക്കാനാകുമോ? അവർ സങ്കല്പിക്കാനാകില്ലെന്ന് പറഞ്ഞു. എന്നാൽ ഇത് നടന്നിട്ടുണ്ടെന്നേ. 1947 ഇന്ത്യ സ്വതന്ത്രമാക്കപ്പെട്ട ഒരു നാടിന്റെ പേര് കൂടിയാണ് മണിപ്പൂർ. ആ മണിപ്പൂരിൽ 2 സ്ത്രീകളെ വിവസ്ത്രരാക്കി സ്വകാര്യ ഭാഗങ്ങളിൽ കടന്നുപിടിച്ച് ആക്രമിച്ച് വയലിൽ കൊണ്ടുപോയി മാനഭംഗപ്പെടുത്തി അവരെ കീഴ്പ്പെടുത്തി നടത്തിക്കൊണ്ടുപോകുമ്പോൾ അവരുടെ സ്വകാര്യ ഭാഗങ്ങളുടെ നാണം മറയ്ക്കാൻ ഒരു കഷ്ണം തുണിക്കഷ്ണം കീറിക്കൊടുക്കാൻ
അമ്മ പ്രസവിക്കാത്ത മക്കളില്ലാത്ത നാടായി മണിപ്പൂർ മാറിയെങ്കിൽ ആ മണിപ്പൂർ മാറിയതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. മണിപ്പൂരിനെ പിടിച്ചുകുലുക്കുന്നത്, മണിപ്പൂരിനെ കലാപഭൂമിയാക്കുന്നത്, മണിപ്പൂരിനെ ഈ തീഷ്ണമായ കലാപങ്ങളിലേക്ക് തള്ളിയെറിയപ്പെടുന്നത് മണിപ്പൂരിന്റെ ഭരണ സംവിധാനമാണ്. അതിന് ഉത്തമമായ മറുപടി, ഉത്തമമായ കാരണം, അതിൽ ജാതിബോധമുണ്ടാകും, സാമുദായിക ചിന്തകളുണ്ടാകും, മതപരമായ ചിന്തയുണ്ടാകും. ഇതിന്റെ എല്ലാം മൂലകാരണമായി അവിടെ RSS ഉണ്ട് എന്നുള്ളതാണ്. അവിടെ RSS ഉണ്ട് എന്നുള്ളതാണ്. ഇത് കേരളത്തിൽ ഉണ്ടാകരുത്. കേരളം കേരളമായി നിലനിൽക്കണം. ഈ മലകളും മാമലകളും തോടുകളും കൈത്തോടുകളും കായലുകളും പുഴകളും കടലും കാടും ചേരുന്ന ഈ നാട്, ഈ നാടിന്റെ സംശുദ്ധിയോടുകൂടി 3.5 കോടി വരുന്ന മനുഷ്യർ അഭിമാനബോധത്തോടുകൂടി ജീവിക്കുന്ന ഈ നാട് ഇങ്ങനെ തന്നെ നിലനിൽക്കണം. ഇവിടെ സംസ്കാരം ഉണ്ടാകണം, കവിതകൾ ഉണ്ടാകണം, എഴുത്തുകൾ ഉണ്ടാകണം, ലേഖനങ്ങൾ ഉണ്ടാകണം. നമ്മളിങ്ങനെ സംഘടിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ഇതുപോലെയുള്ള പരിപാടികൾ, പ്രഭാഷണങ്ങൾ, സ്ട്രീറ്റ് ഫെസ്റ്റിവലുകൾ, പൊതുയോഗങ്ങൾ, ഇതെല്ലാം ഈ നാടിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായി ഉണ്ടാക്കണം. വ്യക്തികളോട് രാഷ്ട്രീയം പറയണം, വിദ്യാർത്ഥികളോട് രാഷ്ട്രീയം പറയണം, കുടുംബങ്ങളോട് രാഷ്ട്രീയം പറയണം, ഗ്രൂപ്പുകളിൽ രാഷ്ട്രീയം പറയണം. പറയുന്ന രാഷ്ട്രീയത്തിന് ശരിയായ നൈതികതയും നീതിബോധവും ഉണ്ടാകണം. അത് പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്തം SFIക്കാണ്, SFIയുടെ സഖാക്കൾക്കാണ്. ക്യാമ്പസിലൊരു വിദ്യാർത്ഥിയെ പ്രണയാതുരമായ കവിതകൾ പഠിപ്പിക്കുന്നത് ഒരുപക്ഷെ SFI ആയിരിക്കും. തീഷ്ണമായ മറ്റു കവിതകൾ പഠിപ്പിക്കുന്നത് SFI ആയിരിക്കും. എല്ലാം SFIയിലൂടെ ആയിരിക്കും. എങ്ങനെ നിങ്ങൾക്ക് പട്ടിണി കിടക്കാൻ, ഒരു രാത്രി ഭക്ഷണം കഴിക്കാതെ ഒരു കട്ടൻ ചായയിൽ വിശപ്പൊടുക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു എന്ന് ചോദിച്ചാൽ അതെന്നെ പഠിപ്പിച്ചത്, നിങ്ങളെ പഠിപ്പിച്ചത് SFI ആയിരിക്കും. ഭക്ഷണമില്ലാതെയും ഒരു നേരം കടന്നു പോകാം, നല്ല വസ്ത്രമില്ലെങ്കിലും പൊതു മധ്യത്തിലേക്ക് ഇറങ്ങാം, ജനങ്ങളോട് സംസാരിക്കാം, സംവദിക്കാം, ശിരസ്സുയർത്തി പിടിച്ചു നിൽക്കാം, ഏത് പോലീസിനോടും ഏതു സർക്കാർ ഓഫീസിലും പോയി ചോദിക്കാം. ഈ രാഷ്ട്രീയാർജവം പകർന്നു നടന്ന അഭൂതപൂർണമായ ഒരു മാസ്മരികമായ ശക്തിയുടെ പേരാണ് ഇന്ത്യയിൽ SFI. ഇത് ഇന്ത്യയുടെ ഭാഗ്യമാണ് എന്ന് ഞാൻ പറയുന്നു. ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന്റെ ഭാഗ്യമാണ് SFI. കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന്റെ ഭാഗ്യമാണ് SFI. തളർത്താതെ കരുത്തോടുകൂടി വിദ്യാർത്ഥി സമൂഹത്തെ ഇന്നും നയിച്ചു കൊണ്ടിരിക്കുന്ന ഈ സംഘടന ഈ കേരളത്തിലെ എന്നല്ല ലോകത്തിലെ തന്നെ വിദ്യാർത്ഥി സമൂഹത്തിന് അഭിമാനമാണ്. അടിക്കാൻ വരുന്നത് ഏത് പോലീസാണെങ്കിലും ഏത് മർദ്ദന സംവിധാനമാണെങ്കിലും അവരോട് ചെറുത്തു തോൽപ്പിക്കാൻ നാം കാണിക്കുന്ന കരുത്ത് അത് വളരെ വലുതാണ്. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞാലാണ് സഖാവ് സൈമൺ ബ്രിട്ടോയുടെ അനുസ്മരണം വരുന്നത്. ഞാൻ ഇതിൽ തന്നെ കണ്ടു, സീനേച്ചിയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്, സംസാരിക്കുന്നത്. സൈമൺ ബ്രിട്ടോ അവസാന ഘട്ടത്തിൽ പോലും SFI എത്രമാത്രം ഹൃദയത്തോട് ചേർത്ത് പിടിച്ച്, SFIക്ക് അല്ലാതെ മറ്റാർക്കുണ്ടെന്നേ, ബ്രിട്ടോയെ പോലെ, സഖാവ് റോഷനെ പോലെ തങ്ങളുടെ ജീവിതവും ജീവനുമെല്ലാം മാറ്റിവെച്ചൊരു സംഘടനയുടെ ഭാഗമായി നിൽക്കാൻ മറ്റാർക്ക് സാധിക്കും? എത്രയോ സമരങ്ങൾ നിർമ്മൽ മാധവ്, ഈ സമീപകാലത്ത് നടന്ന സമരങ്ങൾ തന്നെ, നിർമ്മൽ മാധവിന്റെ വിഷയത്തിൽ, രജനി എസ് ആനന്ദിന്റെ വിഷയത്തിൽ, അതിനു മുൻപുണ്ടായിരുന്ന സമരങ്ങൾ, സ്വകാര്യ പോളിടെക്നിക്കിനെതിരെ എത്ര സമരങ്ങൾ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം കണ്ടു. ഇവിടെയെല്ലാം മർദ്ദിക്കപ്പെടുമ്പോൾ, ക്രൂരമായ മർദ്ദനങ്ങൾക്ക് ഇരയാകേണ്ടി വരുമ്പോൾ തളരാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുന്നത് SFI ആണ്. ആക്രമിക്കപ്പെടുമ്പോഴും രൂപപ്പെടുന്ന അത്ഭുതകരമായൊരു വർദ്ധിത വീര്യമാണ് SFI. ഞങ്ങൾ 2017 സഖാവ് റോഷന്റെ പിതാവിനെ കാണാൻ പോകുന്നു, വാസുവേട്ടനെ കാണാൻ. അദ്ദേഹം പിന്നീട് മരണപ്പെട്ടു. ഒരു പഠന ക്യാമ്പിന്റെ ഭാഗമായിട്ടാണ് പോകുന്നത്. അന്ന് അദ്ദേഹവുമായി സംസാരിക്കുന്നുണ്ട്. ആ ഒരു രക്തസാക്ഷിയുടെ അച്ഛന് ഇത്രമേൽ കരുത്തോടുകൂടി നമ്മളോട് സംസാരിക്കാനാകുമോ എന്ന് നാം അത്ഭുതപ്പെട്ടു പോകും. നാം മാക്സിയം ഗോർക്കിയുടെ അമ്മ വായിച്ചവരാണ്, നാം അതിൽ അഭിമാനം കൊണ്ടവരാണ് അമ്മയെ കുറിച്ചോർത്ത്. ഇതൊരു രക്തസാക്ഷിയുടെ അച്ഛൻ ഈ കേരളത്തിൽ, ഒരു 3-ാം ലോക രാജ്യത്ത്, ഈ കേരളത്തിൽ കണ്ണൂർ പോലൊരു ജില്ലയിൽ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ 19ാമത്തെ വയസ്സിൽ തൻ്റെ മകന്റെ ജീവൻ ഒരു വിദ്യാർത്ഥി സമരത്തിന്റെ ഭാഗമായി കൊടുക്കേണ്ടി വന്നിട്ടും, ആ 19കാരനായ തൻ്റെ പ്രിയപ്പെട്ട മകൻ നഷ്ടപ്പെട്ടിട്ടും സഖാവ് റോഷന്റെ പിതാവ് വാസുവേട്ടൻ അഭിമാനബോധത്തോടുകൂടി 2017 അദ്ദേഹത്തെ കാണാൻ ചെയ്യുന്ന പുതിയ കാലഘട്ടത്തിന്റെ സമര പോരാളികളോട്, വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരോട് പറയുന്നുണ്ട്, എൻ്റെ മകന് ജീവൻ കൊടുത്ത് വീണ്ടും എൻ്റെ മകനൊരു ജന്മമുണ്ടെങ്കിൽ, അവൻ്റെ കുടിമാടത്തിൽ ചെന്നു നിന്ന് അവൻ വീണ്ടും തിരിച്ചു വരുമെങ്കിൽ, അവൻ്റെ അച്ഛൻ എന്നുള്ള നിലയിൽ നല്ല അഭിമാനബോധത്തോടു കൂടി ഞാൻ പറയുന്നു, അവനെ ഞാൻ ആദ്യം പറഞ്ഞയക്കുക SFI നടത്തുന്ന പോരാട്ടത്തിൻ്റെ മുൻനിരയിലേക്കായിരിക്കുമെന്ന്. ഇങ്ങനെയുള്ള മാതാപിതാക്കളുടെ, അച്ഛൻ്റെ, അമ്മയുടെ, EK ബാലൻ്റെ അമ്മയെപ്പോലെയുള്ള, ഗംഗാമ്മയുടെ, കൊച്ചനിയൻ്റെ അമ്മയെപ്പോലെയുള്ളവരുടെ,
അഭിമന്യുവിൻ്റെ അമ്മയെപ്പോലെ അച്ഛനെപ്പോലെ സർവ്വസാധാരണക്കാരായ തൊഴിലാളികൾ, ഇടത്തരക്കാർ, കർഷകർ, ഇല്ലായ്മയിൽ ജീവിക്കുന്നവർ, ഒരു നേരത്തെ ബസ്സൂലി പോലും കൊടുക്കാൻ കഴിയില്ലാത്തവർ, വിശപ്പടക്കി സംഘടനാ പ്രവർത്തനം നടത്തുന്നവർ, ഇന്നും ഉറങ്ങാതിരുന്നു കൊടികെട്ടുന്നവർ, ഏറ്റവും പിന്നിരയിൽ നിന്ന് മുദ്രാവാക്യം ഏറ്റുവിളിക്കുന്നവർ, ആരുടെ പേരിൽ പോലീസ് കേസെടുക്കണമെന്ന് ചോദിച്ചാൽ എൻ്റെ പേരിൽ കേസെടുത്തോളൂ, ഞാൻ ജയിലിൽ പോകാൻ തയ്യാറാണെന്ന് പറയുന്ന ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ, ജീവൻ വേണമെങ്കിൽ ജീവൻ തരാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വരുന്നവർ, നിങ്ങൾ എടുത്തു ചാടുന്നത് Z+ കാറ്റഗറിയുള്ള ഗവർണറുടെ മുന്നിലേക്കാണ് കരിങ്കൊടിയുമായി പോകുന്നത്. ഒരുപക്ഷെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം, ഒരുപക്ഷെ ജീവിതം തന്നെ ജയിലാവേണ്ടി വന്നേക്കാം, എങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ എടുത്തു ചാടുമെന്ന് പറയുന്ന ഈ കരുത്തുള്ള വർദ്ധിതമായ വീര്യത്തോടു കൂടി മുന്നോട്ട് പോകുന്ന പുതിയ തലമുറയെ പ്രസവിച്ച് ഇനിയും പ്രസവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാതാവിനെ പോലെ ഒരു മാതൃസ്നേഹം കൊടുത്ത് ഈ സംഘടന പുതിയ മക്കളെ ഇങ്ങനെ പ്രസവിച്ച് നമ്മുടെ SFI അരനൂറ്റാണ്ടല്ല, ഒരു നൂറ്റാണ്ടല്ല, എത്ര തന്നെ നൂറ്റാണ്ടുകൾ കടന്നുപോയാലും ഈ സംഘടന ഇങ്ങനെ തന്നെയായി നിലനിൽക്കും. അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരൊറ്റ കാരണമേ ഉള്ളൂ. ഞാൻ ഉൾപ്പെടെയുള്ളവർ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾക്ക്, എൻ്റെ വാക്കുകൾക്ക് മൂർച്ച വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒറ്റ കാരണമേ ഉള്ളൂ. അടിയന്തരാവസ്ഥയുടെ കാലം മുതൽ ഇന്ന് ഈ സംസാരിക്കുന്ന ഘട്ടം വരെ ഈ സംഘടനയെ ഈ സംഘടനയാക്കി മാറ്റുന്നതിന് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ബോധത്തോടെ പുന്നപ്ര വയലാർ സമരത്തിൽ പറയുന്നുണ്ട്, പ്രതിബന്ധങ്ങൾ തൻ കബന്ധങ്ങളിൽ ചവിട്ടി ചെങ്കുടി നാട്ടാണുള്ളൂർ ഞങ്ങൾ, കരയായികയമ്മേ പോകട്ടെ ഞങ്ങൾ, മരിക്കാതെ തിരികെ വരും 100 ജന്മങ്ങൾ, വാരി വിതറും ചോരപ്പൂക്കൾ നെഞ്ചിലേൽക്കുമ്പോൾ ഞങ്ങൾ ഉണരാതിരിക്കില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ എത്ര തന്നെ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നാലും, എങ്ങനെയെല്ലാം ജീവൻ നഷ്ടപ്പെട്ടാലും നമ്മളാക്കി നിർത്തുന്ന അഭൂതപൂർണമായ ഈ സംഘടനയുടെ ശേഷി എന്ന് പറയുന്നത് ഇതിൻ്റെ കരുത്തുള്ള സോഷ്യലിസ്റ്റ് ആശയമാണ്, കമ്മ്യൂണിസ്റ്റ് ആശയമാണ്, മതനിരപേക്ഷാശയമാണ്. അതിനുവേണ്ടി ജീവൻ കൊടുത്ത മക്കൾ, അവരെ പ്രസവിച്ച അമ്മമാർ, മുലയൂട്ടിയ അമ്മമാർ, അവരുടെ എല്ലാം സ്വപ്നവും കണ്ണുനീരുമാണ് കേരളത്തിലെ SFI, ഇന്ത്യയിലെ SFI. ഒരുപക്ഷെ അടുത്ത ദിവസം നമ്മളോട് സംസാരിക്കാൻ പോകുന്ന സീനേച്ചിയെ പോലെയുള്ളവർ, ബ്രിട്ടോയുടെ ജീവിത പങ്കാളിയായിരുന്ന സീനേച്ചിയെ പോലെയുള്ളവർ, ബ്രിട്ടോയെ പോലെയുള്ള സഖാക്കൾ, ഇങ്ങനെ നിരവധി വരുന്ന മനുഷ്യരുടെ ജീവിതത്തിന്റെ ജീവശ്വാസം കൊടുത്തുകൊണ്ടാണ് ഈ സംഘടന. ഞാനിത് പറയാൻ കാരണം സമീം ബ്രിട്ടോയെ കുറിച്ച്. സമീം ബ്രിട്ടോ മരണപ്പെട്ടത് ഇവിടെ തൃശ്ശൂർ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ്. സഖാവ് മരണപ്പെട്ട ഘട്ടത്തിൽ അന്ന് ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായി നിൽക്കുന്ന സഖാവ് തന്നെയായിരുന്നു ഞാൻ ഉൾപ്പെടെയുള്ളവർ. ഞങ്ങൾ അന്ന് ആശുപത്രിയിൽ എത്തിയിരുന്നു. അന്ന് ബ്രിട്ടോയുടെ മൃതശരീരം പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ആവേശോജ്വലമായി മുദ്രാവാക്യം വിളിച്ചത് SFIയുടെ പഴയ സംസ്ഥാന സെക്രട്ടറി സഖാവ് UP ജോസഫ് ആയിരുന്നു. ആ മുദ്രാവാക്യത്തിന് ഒരു പ്രത്യേക തീക്ഷ്ണത ഉണ്ടായിരുന്നു, ഒരു കരുത്തുണ്ടായിരുന്നു. ജോസഫ് ഏട്ടന്റെ കണ്ണ് നിറയുന്നതും ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. ഇങ്ങനെയുള്ള ആളുകളാണ് ഈ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഇതിനെ വളർത്തുന്നത്. ഈ സംഘടന കരുത്തോടുകൂടി മുന്നോട്ട് പോകണം. ഞാൻ നേരത്തെ പറഞ്ഞ പുതിയ കാലഘട്ടത്തിന്റെ ആശയം. ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്നതുപോലും സംശയമാണ്. നമ്മുടെ പഞ്ചായത്ത് അംഗത്തെ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തെ, നിയമസഭാ അംഗത്തെ, ലോക്സഭാ അംഗത്തെ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നമുക്കുണ്ടാകുമോ എന്നത് പോലും സംശയമാണ്. ഏക തിരഞ്ഞെടുപ്പിലേക്കാണ് രാജ്യം. ഒരു സംശയവും വേണ്ട. RSSന് ഒരു മടിയും ഇല്ല പാർലമെന്റിൽ നിന്നും പാർലമെന്റ് അംഗങ്ങളെ പുറത്താക്കാൻ, സസ്പെൻഡ് ചെയ്യാൻ. താടി നീട്ടി വളർത്തിയ ചെറുപ്പക്കാരനെ നോക്കി നീ രാജ്യദ്രോഹി എന്ന് മുദ്രകുത്തി ജയിലിലടക്കാൻ മടിയില്ലാത്ത ആളുകളായി RSS മാറുന്നു. ഒരുപക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾ പോലും അപകടകരമാം വിധം അതിന് കൂട്ടുനിൽക്കുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനുണ്ടായ പരാജയത്തിൽ റിപ്പോർട്ടർ ചാനലിലെ സുജയ പാർവതി എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തക ഇടതുപക്ഷത്തിന്റെ ആണിക്കല്ലല്ല മൂലക്കല്ല് തന്നെ ഇളകിയെന്ന് ചിരിച്ചട്ടഹസിച്ച് പറയുന്ന സുജയ പാർവതിയെ പോലെയുള്ള മാധ്യമ പ്രവർത്തകർ ഇന്ന് കേരളത്തിലെ മാധ്യമ സമൂഹത്തിന് തന്നെ അപമാനകരമാം നിലയിൽ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. ഇവരാണ് ഇന്നത്തെ മാധ്യമ പ്രവർത്തകർ. ഇവരാണ് നിഷ്പക്ഷതയുടെ മാധ്യമ പ്രവർത്തനം നടത്തുന്നത്. ഇവരെ പോലെയുള്ള ആളുകളെ ബാധിച്ചിരിക്കുന്ന കടുത്ത കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ വിരുദ്ധതയാണ് കേരളത്തിലെ മാധ്യമ സംവിധാനത്തെ പോലും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സുജയ പാർവതിയെ പോലെയുള്ളവരോട് ഞങ്ങൾക്ക് ഏറ്റവും ലളിതമായി ഓർമ്മിപ്പിക്കാനുള്ളത്, ഇടതുപക്ഷത്തിന്റെ ആണിക്കല്ലല്ല മൂലക്കല്ല് വരെ ഇളകിയെന്ന് അട്ടഹസിച്ച് ആർത്തുല്ലസിച്ചു നിങ്ങൾ പറഞ്ഞാലും അഭിമാനബോധത്തോടു കൂടി അവസാനത്തെ കേരളത്തിലെ SFIക്കാരനും പറയും, ഞങ്ങളുടെ ജീവൻ തന്നെ കൊടുക്കേണ്ടി വന്നാലും ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും ഇടതുപക്ഷ രാഷ്ട്രീയ താശയത്തെ സംരക്ഷിക്കാൻ ഞങ്ങളുടെ ജീവൻ കൊടുത്തും ഞങ്ങൾ സംരക്ഷിക്കുമെന്ന രാഷ്ട്രീയ ബോധ്യവും കാഴ്ചവും തിരിച്ചറിവുള്ളവരാണ് ഞങ്ങൾ.
അതുകൊണ്ടാണ് സീതാറാം യെച്ചൂരിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. അതൊരു പൊളിറ്റിക്കൽ പ്രോഗ്രാമാണെന്നേ, അതൊരു രാഷ്ട്രീയ പരിപാടിയാണെന്നേ. അതുകൊണ്ട് അയോധ്യയിലേക്ക് ഞാനില്ല എന്ന് ആർജവത്തോടുകൂടി ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവ് ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നേതാവിനെ പ്രസവിച്ചതും SFI ആയിരുന്നു. ആ നേതാവിന്റെ അമ്മയും SFI ആയിരുന്നു. ആ നേതാവ് ഇന്ന് CPIM-ന്റെ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരിയാണ്. അപ്പൊ ഇത്തരം ആളുകളാണ് ഈ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രിയമുള്ളവരെ, മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഔപചാരികതയുടെ പേരിൽ മാത്രം ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാനൊരു ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ അഡ്മിൻ ഹരിസഖാവിനോട് ഉൾപ്പെടെ പറഞ്ഞിരുന്നു. അവിടെ ആയതുകൊണ്ട് തന്നെ ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വിപ്ലവാഭിവാദ്യങ്ങൾ.